Hello everyone, welcome back to Surya's Travel and Cooking World. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുടംപുളി ഇട്ട മീൻ കറിയാണ്. നമ്മൾ അതിനായിട്ട് 250 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്. അത് ഏത് മീനും ആവാം. നമ്മുടെ ഈ മീൻ കറിയുടെ പ്രത്യേകത നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നില്ല, പകരം കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. കായപ്പൊടി കറിക്ക് രുചി കൂട്ടാൻ സഹായിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 8 അല്ലി കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി എത്ര ഇട്ടാലും കറിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം വെളുത്തുള്ളിയാണ്. ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും മീൻ കറിക്ക് ഇഞ്ചി കൂട്ടി വെളുത്തുള്ളി കുറച്ചിടുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പം ഞാനിവിടെ ഇഞ്ചി കൊച്ചുള്ളിയുമാണ് കൂടുതലായി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായ കറിവേപ്പിലയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. കുടംപുളി ഞാനിവിടെ 2 കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് പഴംപുളി ആയതുകൊണ്ട് നല്ല പുളിയായിരിക്കും, അതുകൊണ്ടാണ് ചെറിയ 2 കഷ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായത് മുളക് പൊടിയാണ്. ഇത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് പിരിയനും കാശ്മീരിയും കൂടെ മിക്സാണ്, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കായപ്പൊടി. ഇത് 1/4 ടീസ്പൂണാണ് കായപ്പൊടി. ഇത് നമുക്ക് കറിക്ക് ടേസ്റ്റും മണവും കൂട്ടാൻ സഹായിക്കും. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇതും 1/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടും. കോക്കനട്ട് ഓയിലിൽ ചിക്കനും മീനും ഒക്കെ വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പം നമ്മൾ മീൻ കറി തയ്യാറാക്കാനായിട്ടൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെമ്മീൻ കറി വെച്ചപ്പോഴും പറഞ്ഞിരുന്നു, മൺചട്ടിയിൽ ഏത് കറി വെച്ചാലും അതിന് രുചി കൂടും. നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്യാം. ചട്ടി നന്നായിട്ട് ചൂടാകണം. ചട്ടിക്കകത്ത് ആ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വരും. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിവിടെ എടുത്ത് വെച്ചിട്ടുള്ള കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൊച്ചുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് മീൻകറി തയ്യാറാക്കാവുന്നതാണ്. നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാനായിട്ട്. മുളക് പൊടി തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. അപ്പം നമ്മുടെ മുളക് പൊടിയുടെയൊക്കെ ആ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനിട്ട് നന്നായിട്ടൊന്ന് ആ മസാലയിലൊന്ന്
പുരട്ടിയെടുക്കണം. അപ്പം നമുക്ക് ഈ മസാലയെല്ലാം നന്നായിട്ട് ആ മീനിലൊന്ന് പുരട്ടിയെടുക്കണം. അപ്പം നമ്മൾ മസാലയെല്ലാം മീനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി 1 മിനിറ്റ് ഇങ്ങനെ വെക്കാം. അപ്പോഴത്തേനും ആ മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിച്ചു വരും. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ആ മസാലയെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് കൂട്ടി വെക്കാം. അപ്പം നമ്മൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിത് ലോ ഫ്ലെയിമിലാക്കാം. അപ്പം നമ്മുടെ മീൻകറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി തീ കുറച്ച് വെക്കാം. അപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയിരുന്ന കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന കറിയാണിത്. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റേ നമുക്ക് വേണ്ടി വന്നുള്ളൂ മീൻകറി റെഡിയാകും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.